ശിവപുരാണം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു മതഗ്രന്ഥമെന്നൊക്കെയാവും വിചാരിക്കുക. പക്ഷേ ശരിക്കും അതൊരു പ്രണയകഥയാണ്. അതും വെറുമൊരു പ്രണയകഥയല്ല, പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു ഇതിഹാസം. ദേവന്മാരും മനുഷ്യരും വിധിയുമെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഗംഭീര കഥ. അപ്പം നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? രമേശ് മേനോൻ പറഞ്ഞ പോലെ ഈ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ പ്രപഞ്ചത്തോളം വലിപ്പമുള്ളവരാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇവരുടെ ലോകം. ഇവിടുത്തെ സമയവും സ്ഥലവുമൊന്നും നമ്മൾ അളക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ ചിന്തയുടെയൊക്കെ അതിരുകളൊന്ന് പൊളിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ബ്രഹ്മാവിന്റെ വെറുമൊരു പകൽ, അത് 1,20,00,000 ദിവ്യവർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന കഥയൊക്കെ നടക്കുന്നത് എത്രയോ യുഗങ്ങൾക്ക് മുൻപാണെന്ന് ഊഹിക്കാലോ. ശരിക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകത്താണ് നമ്മൾ ഈ കഥ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ശരി, ഇനി നമുക്ക് നേരെ കഥയുടെ ഹൃദയത്തിലേക്ക് പോകാം. ശിവൻ എന്ന ആ മഹാശക്തിയുടെ യഥാർത്ഥ രൂപം, അത് വെളിവായ ആ നിമിഷം, അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഈ കഥയുടെ തുടക്കം തന്നെ ഒരു വലിയ അടിയിലാണ്. ആരൊക്കെ തമ്മിലാന്നറിയോ? സാക്ഷാൽ സ്രഷ്ടാവായ ബ്രഹ്മാവും സംരക്ഷകനായ വിഷ്ണുവും. ഞാനാണ് വലിയവൻ, അല്ല ഞാനാണ് എന്നായി തർക്കം. ഈ ഒരു ചോദ്യം പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കിമറിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിപ്പോഴുണ്ട്. അവർക്ക് മുന്നിൽ മൂന്നാമതൊരു ശക്തി ഉദിച്ചുയർന്നു. അവരുടെ ആ തർക്കം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവർക്കിടയിൽ എവിടെ നിന്നെന്നറിയാതെ ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു വലിയ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ആ ഒരു വെളിച്ചത്തിനും തീയ്ക്കും മുന്നില് അവരുടെ എല്ലാ അഹങ്കാരവും അലിഞ്ഞില്ലാതായി. ഈ അഗ്നിസ്തംഭം, ഇതിനെയാണ് നമ്മൾ ലിംഗം എന്ന് പറയുന്നത്. ലിംഗം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അടയാളം അല്ലെങ്കിൽ ചിഹ്നം എന്നൊക്കെയാണ് അർത്ഥം. അതായത് പ്രത്യേക രൂപങ്ങളൊന്നുമില്ലാത്ത അനന്തമായ ആ പ്രപഞ്ചശക്തിയില്ലേ, ശിവൻ, ആ ഊർജത്തിന്റെ ഒരടയാളം, അതാണ് ലിംഗം. അപ്പോ ഈ രൂപമില്ലാത്ത അനന്തമായ ശക്തിയിൽ നിന്ന് പ്രണയത്തിന്റെ തീവ്രത അനുഭവിച്ചറിഞ്ഞ ഒരു ഹൃദയമുള്ള ശിവന്റെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. സതിയുടെ കഥയിലേക്ക്. സതിയെ കാണുന്നതിനു മുൻപ് ശിവനെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ യോഗിയായിരുന്നു. ധ്യാനത്തിൽ മുഴുകി, ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ, അങ്ങനെ ഒന്നിനോടും ഒരു അടുപ്പവുമില്ലാതെ ഇരിക്കുന്ന ഒരാള്. പക്ഷേ ആ ഒരു നിശ്ചലതയെ, ആ ശാന്തതയെ ഇളക്കിമറിക്കാൻ ഒരു പ്രണയത്തിന് കഴിയുമെന്ന് അക്ഷരാർത്ഥത്തിൽ ആരും കരുതിയില്ല. അപ്പോ ലോകത്തിന്റെ ഒരു ബാലൻസിന് ശിവൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ പോരാ, കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഇത് മനസ്സിലാക്കിയ ദേവന്മാരൊരു പ്ലാനിട്ടു. എന്താന്നല്ലേ? സാക്ഷാൽ ആദിപരാശക്തി തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യസ്ത്രീയായി ജനിക്കുക, ദക്ഷന്റെ മകളായി സതിയായി ജനിച്ച് ആ മഹായോഗിയുടെ ഹൃദയം കീഴടക്കുക. ഇതായിരുന്നു പ്ലാൻ. ആ പ്ലാൻ വിജയിച്ചു. അവരൊന്നിച്ചു. പിന്നെ 1000 വർഷങ്ങൾ, അതൊരു നിമിഷം പോലെയാണ് അവർക്ക് തോന്നിയത്. പ്രണയത്തിന്റെ ലഹരിയിൽ അവർ മറ്റെല്ലാം മറന്നു. നമ്മളതുവരെ കേട്ട് യോഗിയായ ശിവനെയല്ല ഇവിടെ കാണുന്നത്, മറിച്ച് സ്നേഹം കൊണ്ട് നിറഞ്ഞ പ്രണയാർദ്രനായ ഒരു ശിവനെയാണ്. പക്ഷേ എല്ലാ നല്ല കഥകളിലും എന്ന പോലെ ഇവിടെയും ഒരു വില്ലൻ വന്നു. ആ വില്ലൻ മറ്റാരുമായിരുന്നില്ല, സതിയുടെ അച്ഛൻ ദക്ഷൻ തന്നെ. ദക്ഷന്റെ അഹങ്കാരം അവരുടെ സ്നേഹത്തിനു മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തി. അയാൾക്ക് ശിവനെ മരുമകനായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സ്വന്തം അച്ഛനാൽ തന്റെ പ്രിയതമന്റെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ സതി ഒരു തീരുമാനമെടുത്തു. ആത്മാഭിമാനം മുറിവേറ്റവൾ ഒരു ശപഥം ചെയ്തു. നിങ്ങൾ നൽകിയ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരച്ഛന് മകളായി ഞാൻ വീണ്ടും ജനിക്കും. എന്നിട്ട് ശിവന്റെ പത്നിയായി വീണ്ടും മാറും. അത് ഹൃദയം തകർക്കുന്ന ഒരു നിമിഷമായിരുന്നു. സതി സ്വയം ഇല്ലാതായപ്പോൾ ശിവനിലുണർന്നത് ദുഃഖം മാത്രമല്ല, അതിനപ്പുറം പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിച്ച അടക്കാനാവാത്ത ക്രോധമായിരുന്നു. ആ ക്രോധത്തിൽ ശിവൻ തന്റെ ജടയിൽ നിന്ന് ഒരൊറ്റ മുടിയിഴ പറിച്ചെടുത്ത് നിലത്തടിച്ചു. ആ നിമിഷം അതിൽ നിന്ന് ഒരു ഭീകര രൂപം, ശിവന്റെ ക്രോധം മുഴുവൻ ആവാഹിച്ച ഒരു രൂപം ഉയർന്നുവന്നു. അവനാണ് വീരഭദ്രൻ. ലക്ഷ്യമൊന്നു മാത്രം, ദക്ഷന്റെ യാഗം മുടക്കുക, പ്രതികാരം ചെയ്യുക. വീരഭദ്രന്റെ രൂപം അത് ഭയാനകമായിരുന്നു. 1000 കൈകൾ, പ്രളയകാലത്തെ തീ പോലെ ജ്വലിക്കുന്ന ശരീരം. അവന്റെ നാവോ ഒരു കറുത്ത മിന്നൽപ്പിണർ പോലെ പുലിത്തോലിൽ നിന്ന് ചോരയിട്ടു വീരുന്നു. 1000 കണ്ണുകൾ തുരിച്ചുനോക്കുന്നു. വലിയ കോമ്പല്ലുകളുള്ളൊരു ഗുഹ പോലത്തെ വായ. ശിവന്റെ ദുഃഖവും ക്രോധവും എല്ലാം ചേർന്ന രൂപം.
ഒരു കൊടുങ്കാറ്റുപോലെ ദക്ഷന്റെ യാഗശാലയെ തകർത്തെറിഞ്ഞു. പ്രതികാരം തീർന്നു. പക്ഷെ ക്രോധമടങ്ങിയപ്പോൾ ശിവനിൽ ബാക്കിയായത് അടക്കാനാവാത്ത ദുഃഖം മാത്രമായിരുന്നു. ആ വേദനയിൽ അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു. ശാശ്വതമായ സന്തോഷം ആത്മാവിൽ മാത്രമാണ്. പ്രണയം വേദനയാണ്, ഇനി ഒരിക്കലും ഇത് സംഭവിക്കരുത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും ലോകത്തിൽ നിന്നെല്ലാം അകന്ന് ഒരു സന്യാസിയായി മാറി. പക്ഷേ നിങ്ങൾക്കറിയാലോ, യഥാർത്ഥ പ്രണയത്തെ അങ്ങനെ കാലത്തിനോ വിധിക്കോ തടഞ്ഞു നിർത്താനാവില്ല. ആ പ്രണയം ജന്മങ്ങൾ താണ്ടി വീണ്ടും പുനർജനിച്ചു. ആ കഥയാണ് പാർവതിയുടെ കഥ. സതി എന്ന് പറഞ്ഞ വാക്ക് പാലിച്ചു. ഹിമാലയത്തിന്റെ മകളായി പാർവതി എന്ന പേരിൽ അവൾ വീണ്ടും ജനിച്ചു. ഈ ജന്മത്തിലും അവൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തന്റെ ശിവനെ തിരികെ നേടുക. അതിനായി അവൾ കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. വർഷങ്ങളുടെ തപസ്സിനൊടുവിൽ ശിവൻ പാർവതിയെ പരീക്ഷിക്കാനായി ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നു. ശിവനെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞു. പക്ഷേ പാർവതിയുടെ മനസ്സിലൊട്ടും സംശയമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, ഞാനാണ് അങ്ങയുടെ സതി. കഴിഞ്ഞ ജന്മത്തിൽ ദക്ഷന്റെ മകളായിരുന്നു. ഈ ജന്മത്തിലും ഞാൻ അങ്ങയെ തേടിയെത്തി. അങ്ങയെ തിരികെ കൊണ്ടുപോകാനാണ് ഞാനിവിടെ വന്നത്. ആ വാക്കുകളിലെ ഉറപ്പിൽ അവരുടെ പ്രണയത്തിന്റെ ആഴം മുഴുവനുമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പാർവതി ഒരു നിബന്ധന വെച്ചു. അങ്ങന്റെ അച്ഛനായ ഹിമാലയന്റെ അടുത്തു ചെന്ന് എന്നെ ഭാര്യയായി ചോദിക്കണം. ആചാരപ്രകാരം എന്നെ വിവാഹം ചെയ്യണം. എന്തിനാണെന്നോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായ ആ അപമാനം അത് ആവർത്തിക്കരുത്. അവരുടെ പ്രണയത്തിന് ലോകത്തിന്റെ അംഗീകാരം വേണം. അത് എന്നേക്കുമായിരിക്കണം. ഈ പുരാണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ചരിത്രമെന്ന് പറയുന്നത് ഒരു നേർരേഖയല്ല, മറിച്ച് ഒരു വൃത്തം പോലെയാണ്. തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തും. ശിവന്റെയും പാർവതിയുടെയും കഥയും അങ്ങനെ തന്നെയല്ലേ? പ്രണയം, നഷ്ടം, പിന്നെ പുനർജന്മം, വീണ്ടും പ്രണയം. പ്രപഞ്ചത്തോളം വലിയ തലത്തിൽ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം പഠിക്കാനുണ്ടാവും, അല്ലേ? ഇതൊന്നാലോചിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ വിവരണം ഇവിടെ നിർത്താം.